പുതുതായി ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ലഭ്യമായാൽ അത് ഇ-ടെൻഡർ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. നിലവിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ ഉപയോഗിച്ചിരുന്നവർ അത് പുതുക്കുമ്പോഴും ഇതേ രീതിയിൽ തന്നെ പുതിയ ഡിജിറ്റൽ സിഗ്നേച്ചർ രജിസ്റ്റർ ചെയ്യാം. ടെൻഡർ അപ്ലോഡ് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ എൻക്രിപ്ഷൻ സർട്ടിഫിക്കറ്റ് കൂടി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വിശദീകരിക്കുന്ന വീഡിയോ ആണ് എവർക്യൂ ട്രെയിനിംഗ് അക്കാദമി അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ലോഗിൻ ഐഡി, പാസ്വേഡ് എന്നിവ നൽകി ഇ-ടെൻഡർ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ഡിജിറ്റൽ സിഗ്നേച്ചർ കാലാവധി കഴിഞ്ഞതോ അല്ലെങ്കിൽ പുതുതായി ടെൻഡർ പ്രക്രിയ ആരംഭിക്കാനോ ആയി മാത്രമാണ് ഈ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തേണ്ടത്. ഡിജിറ്റൽ സിഗ്നേച്ചർ എക്സ്പയറിയായതോ പുതിയ രജിസ്ട്രേഷൻ സമയത്തോ മാത്രം ഇപ്പോൾ കാണുന്ന സ്ക്രീനിലേക്കാണ് നമ്മൾ എത്തുക. ഈ സ്ക്രീനിൽ കാണുന്ന സൈനിങ് സർട്ടിഫിക്കറ്റ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ DSC എൻറോൾമെന്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്ക്രീനിന്റെ മുകൾ ഭാഗത്ത് വലതുവശത്തായി enroll.dsc.jnlp എന്ന ഫയൽ ഡൗൺലോഡ് ആകും. അടുത്ത സ്ക്രീനിൽ ഡൗൺലോഡ് ബട്ടണിൽ സിംഗിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന enroll.dsc.jnlp എന്ന ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. തുടർന്ന് ജാവ ആപ്ലിക്കേഷനിലെ റൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പുതിയ ഡിജിറ്റൽ സൈനിങ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ ഇവിടെ ലഭ്യമാക്കുന്നു. പ്രദർശിപ്പിച്ച വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കി OK ബട്ടൺ സെലക്ട് ചെയ്യുക. ഇതോടുകൂടി നിങ്ങളുടെ DSC എൻറോൾമെന്റ് പൂർത്തിയായി. ഇതേ രീതിയിൽ തന്നെ എൻസൈഫർമെന്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമായവർക്ക് അതും എൻറോൾ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഇ-ടെൻഡറിംഗ്, ഡിജിറ്റൽ സിഗ്നേച്ചർ, വർക്ക് ഇൻഷുറൻസ് സേവനങ്ങൾ ഏറ്റവും കുറഞ്ഞ നിരക്കിലും ഏറ്റവും വേഗത്തിലും